എടാ സ്വാമി, ഓ നിന്റെ പാപ്പന് എന്തെങ്കിലും പൈസ തന്നില്ലടാ? വന്നിട്ടില്ലടാ, വരുമ്പോ തരാം. സുഗുണേട്ടാ ഇരി. നോക്കട്ടെ. ഓ അമ്മേ, സുഗുണൻ ചേട്ടൻ നമ്മുടെ സ്വാമിയുടെ പാപ്പന്റെ വീട്ടിൽ വാടകയ്ക്ക് വന്നാണ്. പട്ടാളക്കാരനാണ് ട്ടാ. എവിടെയാണ് മോന്റെ വീട്? ഇളംകുന്നപ്പുഴ. ആ മോനോട് ഇരിക്കട്ടെ, ഞാൻ ഇന്ന് മീനൊന്ന് വെട്ടിയെടുക്കട്ടെ. ആ, ഇന്ന് ചെമ്മീൻ കമ്പനി പോയില്ലേ? അത് വെള്ളം ഓടിക്കാൻ വേണ്ടിട്ടല്ലേ. ഏതായാലും വന്ന സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. ഞാനൊരു പെട്ടിലാമ്പട്ടറ കണ്ടുവച്ചിട്ടുണ്ട്. എൻ്റെ ഒരു പരിചയക്കാരൻ്റെയാ. അവനും മീൻ കച്ചവടമായിരുന്നു. അവനിപ്പോൾ ഗൾഫിലേക്ക് പോകാൻ ഒരു വിസ കിട്ടി. വേണമെങ്കിൽ നമുക്കത് നോക്കാം. നമുക്ക് നോക്കാം സൂണേട്ടാ. എടുത്തിട്ട് ഇപ്പൊ എന്ത് ബിസിനസ് ചെയ്യും? മീൻ കച്ചവടം. മീൻ ഇറക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷെ കച്ചവടം ചെയ്യുന്ന കാര്യം അത് നിങ്ങൾ നോക്കിക്കോണം. ദൈവമേ, ഇവന്മാർ ഇവിടെ ഇരുന്നാണ് വെള്ളടി. ഇന്ന് ഞാൻ കാണിച്ചു തരാം. എടാ സ്വാമി, രാവിലെ തന്നെ അമ്പലത്തിൽ പോയി വന്ന എന്റെ കുറിമായി വെച്ചിട്ട് ഇവിടെ വന്നിരിക്കാനുള്ള കള്ള. കള്ളച്ചോറ് ഇന്ന് അവന്റെ കുടലും പണ്ടവും പൊട്ടിത്തെറിക്കാറായി. അപ്പൊ ഇതിന്റെ അകത്ത് ബോംബും വെടികൊണ്ടേ ആയിരിക്കൂലേ? അത് ഇന്ന് രാവിലെ ഞാൻ എക്സർസൈസ് ചെയ്യില്ല, അതാണ് ചെയ്തെങ്കിൽ ഇപ്പൊ ചീക്ക വയറ് കുറഞ്ഞാന്. സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം ഈ കൈ കൊണ്ട് ഞാൻ തോക്കെടുത്തിട്ടില്ല. നീ എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. സാധനം വല്ലതുണ്ട കയ്യില്? അത് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്നാ വീട്ടിലോട്ടൊന്ന് പോട്ടെ. സ്വയം കിടന്ന് കത്തുന്നുണ്ടാവും. എന്നാ പിന്നെ വേഗം വിട്ടു. സ്വയത്തിൽ കുറച്ച് വെള്ളം കരുവിച്ചു. വൈകിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാൻ സുഖനേട്ടാ. മോൻ പോയണാ? അയ്യോ, ആദ്യമായിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ പോലും തരാൻ പറ്റിയില്ല. അത് സാരമില്ല മോനെ, മോനെങ്കിലും പറഞ്ഞു ഇവനെ കൊണ്ടൊന്ന് കെട്ടിക്ക്. ദേ തല വരെ നരച്ച്. ഒന്ന് കെട്ടിയതിന്റെ ദുഃഖം സൂണേട്ടൻ അറിയാം. അമ്മ ഒന്ന് പോയമ്മേ. ഇവനിതെങ്ങനെ മനസ്സിലായി? ഒളിപ്പിച്ച് വെച്ചേക്കല്ലോ. എന്താണ് ശശിയായില്ലേ? പ്രായത്തിൽ നിന്നെ ഞാൻ കൊച്ചുമായി നിന്നെ ഞാൻ കണ്ടപ്പോ കാമദേവൻ പോലീസ് ഗേറ്റിന് കാലുണ്ടല്ലോടെ. ഇതിൽ ഇഷ്ടമില്ലാത്തതാണല്ലോ. സ്വാമി പണിക്കൊന്നും പോയില്ലടാ? ആദ്യം വലിയ മെച്ചൊന്നുമില്ല സാറേ. മൂന്ന് നിങ്ങളെ ചെമ്മീൻ കെട്ടിലെ വെള്ളടി ഉണ്ടല്ലോ, അത് നിർത്തിക്കൊള്ളട്ടാ. ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാൽ എല്ലാരെയും വന്ന് പൊക്കി കൊണ്ടുപോകും. ഒന്ന് പോകും സാറേ, ഞങ്ങൾ വിളിച്ചാലും വരും പോലീസൊക്കെ. ചിലരൊക്കെ പൊക്കുകയും ചെയ്യും. കാലമൊക്കെ മാറി സാറേ. പിന്നെ ഞങ്ങളെ പൊക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോ 2 അടിയുള്ളൂ ആയിരിക്കും. ഞങ്ങൾക്ക് പോകാൻ ജോലിയില്ല, പിണങ്ങി പോകാൻ ഭാര്യയില്ല. ചേട്ടൻ ഷർട്ട് കിട്ടി നിന്നൂടെ? റോഡിലൂടെ പെണ്ണുങ്ങളൊക്കെ പോണതല്ലേ? നേരെ വെളുത്ത ഗേറ്റ് തൂങ്ങി നിന്നോളും.